രാജ്യദ്രോഹം മുദ്രാവാക്യം വിളിച്ച ഒരു മലയാളി ഡൽഹിയിൽ അറസ്റ്റിലേക്ക് പോകുന്നുണ്ട്. ഡൽഹിയിൽ എന്ന് പറയുമ്പോൾ നമുക്കറിയാം JNU എന്ന് പറയുന്ന ഒരു സർവകലാശാല ഒരു തീവ്രവാദികളുടെ കേന്ദ്രമായിരുന്നു. എന്നാൽ ഇന്ന് ഈ കേന്ദ്ര സർക്കാർ ഭരണത്തിൽ വന്നതിന് ശേഷം അത് ശുദ്ധീകരിച്ചുകൊണ്ട് അവിടുത്തെ തീവ്രവാദികളെയൊക്കെ അടക്കി നിർത്തിയത് നമ്മൾ കണ്ടു. അത്തരത്തിൽ തൃശൂർ സ്വദേശിനിയായിട്ടുള്ള ഗോപിക ബാബു എന്ന് പറയുന്ന ഒരു പെൺകുട്ടി, ആ പെൺകുട്ടി ഏകദേശം രാജ്യദ്രോഹ മുദ്രാവാക്യം വിളിച്ചതിന് ജയിലിലേക്ക് പോവുകയാണ് എന്നൊരു വാർത്തയാണ്. ഇത് ഒരു മാധ്യമവും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരിക്കില്ല, അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഇത് റിപ്പോർട്ട് ചെയ്യുന്നത്. ആ വാർത്ത ഇങ്ങനെയാണ് വരുന്നത്: രാജ്യദ്രോഹ മുദ്രാവാക്യം വിളിച്ച മലയാളി യുവതിയുടെ കാര്യം ഏകദേശം തീരുമാനമായി. ഈ മോള് നമ്മുടെ തൃശ്ശൂരിൽ നിന്ന് കുറ്റിയും പറിച്ച് JNUവിൽ പഠിക്കാൻ പോയതാണ്. കഴിഞ്ഞ ദിവസം ഡൽഹി കലാപത്തിന് ചുക്കാൻ പിടിച്ച 2 തീവ്രവാദികൾക്ക് ജാമ്യം നിഷേധിക്കപ്പെട്ടപ്പോൾ അതിനെതിരെ JNU ക്യാമ്പസിൽ പ്രതിഷേധിക്കാൻ കുറെ മക്കൾ മുന്നിട്ടിറങ്ങിയത് ഈ മോളുടെ നേതൃത്വത്തിലാണ്. ആ പ്രതിഷേധ പ്രകടനത്തിനിടെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയെയും ആഭ്യന്തരമന്ത്രിയെയും കൊല്ലണമെന്ന രീതിയിലുള്ള മുദ്രാവാക്യം വിളിച്ചു കൊടുത്തവരിൽ മുൻപന്തിയിൽ ഈ മോളുണ്ട്. ഈ മോളുടെ പ്രവൃത്തി അത്യന്തം ഗൗരവതരമാണ് എന്നുള്ളത് JNU എടുത്തു പറഞ്ഞിട്ടുണ്ട്. ഇവർക്കെതിരെ കടുത്ത നടപടി കൈക്കൊള്ളാൻ സർവകലാശാല അധികൃതർ സർക്കാരിനോട് ആവശ്യപ്പെട്ടു കഴിഞ്ഞു. ഈ മോളുടെ കൂടെ ഉണ്ടായിരുന്ന മക്കളുടെയും പഠിപ്പും ഭാവിയും ഒക്കെ ഏതാണ്ട് തീരുമാനമായിട്ടുണ്ട്. ഇനി എത്ര കൊല്ലം അകത്ത് കിടക്കണം എന്നത് ഡൽഹി പോലീസ് ഇടുന്ന FIRനെ ആശ്രയിച്ചിരിക്കും. നല്ല കനത്തിൽ തന്നെ ഇടേണ്ടതാണ് എന്നതാണ് ഇവിടെ ഒരു അഭിപ്രായമായിട്ട് തന്നെ പറയേണ്ടത്. കാരണം പഠിക്കാൻ പോയവർ പഠിക്കുകയാണ് വേണ്ടത്, അല്ലാതെ രാജ്യദ്രോഹ മുദ്രാവാക്യവും വിളിച്ചുകൊണ്ട് രാജ്യം ഭരിക്കുന്ന പ്രധാനമന്ത്രിയെയും ആഭ്യന്തരമന്ത്രിയെയും ഒക്കെ വധിക്കണം എന്നൊക്കെ പറയണമെന്നുണ്ടെങ്കിൽ ഇവറ്റകളൊന്നും പഠിക്കാൻ പോയതല്ല. ഇവറ്റകളൊക്കെ ഇവിടുത്തെ നവോത്ഥാനം അങ്ങോട്ട് വല്ലാതെ ഉൾക്കൊണ്ടുകൊണ്ട് അതിലങ്ങോട്ട് ക്രിമികടി കയറിക്കൊണ്ട് അങ്ങോട്ട് പോയതാ. നമ്മുടെ നാടിന് നാണം കെടുത്താൻ വേണ്ടി കേരളത്തിൽ നിന്ന് പോയ മലയാളി രാജ്യദ്രോഹ മുദ്രാവാക്യം വിളിച്ചതിന് ലോകത്താകമാനമുള്ള ന്യൂസ് ചാനലുകളിൽ വാർത്ത വരിക എന്ന് പറയുമ്പോൾ ആലോചിച്ച് നോക്കും എത്രത്തോളം വലിയ നാണക്കേടാണ് എന്നുള്ളത്. നോക്കൂ, ഭാരതം എപ്പോഴും നേരിടുന്ന വലിയൊരു ഭീഷണി എന്തെന്നറിയാമോ? ഭാരതത്തിനകത്തുള്ള ഈ രാജ്യദ്രോഹികളെ അവരെ കൊണ്ട് കുടുങ്ങിയിട്ടുള്ള ഒരേ ഒരു വലിയ ഭീഷണിയാണ് നമ്മുടെ ഈ നാട് നേരിടുന്ന ഏറ്റവും വലിയ ഭീഷണി. നമ്മൾക്കറിയാം, മറ്റു നാടുകളിലൊക്കെ ഏറ്റവും കൂടുതൽ പെറ്റ നാടിനെ വിലമതിക്കുന്ന ആളുകൾ തന്നെയാണ് മറ്റു നാടുകളിലൊക്കെ ഉള്ളത്. പക്ഷെ ഈ നാട്ടിൽ പെറ്റ നാടിനേക്കാളുപരി രാജ്യദ്രോഹികൾ അവർക്ക് താൽക്കാലികമായിട്ട് നക്കാൻ കിട്ടുന്നത് വല്ലതും നക്കിക്കൊണ്ട് ജീവിക്കുക എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ആ നക്കാൻ കിട്ടുന്നതിന് വേണ്ടി എന്ത് രാജ്യദ്രോഹവും പ്രവർത്തിക്കാൻ വേണ്ടി തയ്യാറായി നടക്കുന്ന ഇക്കൂട്ടരെ ജയിലിൽ അടയ്ക്കുക മാത്രമല്ല കാലാകാലം തുറന്നു വിടാതെ അടയ്ക്കുക തന്നെയാണ് വേണ്ടത് എന്ന് പച്ചയ്ക്ക് പറയേണ്ടതുണ്ട്. ഇനി നമ്മുടെ ക്യാപ്സൂൾ കമ്മികളൊക്കെ ആകെ കഷ്ടപ്പെട്ടിരിക്കുകയാണ് കേട്ടോ. കാരണം നമ്മളെല്ലാവരും കണ്ടു, ഇന്നിപ്പോൾ റെജി ലൂക്കോസ് എന്ന് പറയുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ചാനൽ ചർച്ചകളിലെ സ്ഥിരം മുഖമായിട്ടുള്ള അദ്ദേഹം BJPയിൽ ചേർന്നതുമായി ബന്ധപ്പെട്ട് ആ വാർത്തകളൊക്കെ നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ടായിരിക്കാം. ഇതിൽ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യാത്തൊരു കാര്യമുണ്ട്. കാരണം ഇയാള് രാഷ്ട്രീയ നിരീക്ഷകൻ, ഇടത് രാഷ്ട്രീയ നിരീക്ഷകൻ എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ഇയാള് പാർട്ടിയായിട്ട് യാതൊരു ബന്ധവുമില്ല എന്നൊക്കെ നമ്മുടെ വാസവനായാലും ശിവൻകുട്ടി ചേട്ടനായാലും കുറെ തള്ളിയിട്ട് കുറെ എണ്ണം അങ്ങോട്ട് പോയിട്ടുണ്ട്. യഥാർത്ഥത്തിൽ ഇയാൾ വെറും രാഷ്ട്രീയ നിരീക്ഷകനാണോ? ആ വാർത്ത ഒരു മാധ്യമവും കൊടുക്കില്ല. കാരണം കമ്മ്യൂണിസ്റ്റ് പാർട്ടി നരഭോജി പാർട്ടിയുടേതായാലും ഇസ്ലാമിക ജിഹാദികളുടേതായാലും ഈ രാജ്യം 6.5 പതിറ്റാണ്ട് കട്ടുമുടിച്ച അടിമ കൊങ്ങികളുടെ വാർത്തയായാലും അതൊന്നും ഞമ്മൻ കൊടുക്കില്ല. ഞമ്മൻ എന്താണ്? രാജ്യത്തിനെതിരെയുള്ള വാർത്തകൾ, ഇവിടുത്തെ ബഹുഭൂരിപക്ഷം വരുന്ന ഹിന്ദുക്കൾക്കെതിരെയുള്ള വാർത്തകൾ, ഇതൊക്കെ ഞമ്മൻ കൊടുക്കുള്ളൂ. ബാക്കി വാർത്തകളൊന്നും ഞമ്മൻ കൊടുക്കില്ല. ഏതായാലും കൊടുക്കാത്ത വാർത്ത ഇതൊന്ന് പരിശോധിക്കേണ്ടതുണ്ട്. ഈ റെജി ലോക്കോസ് എന്ന് പറയുന്ന ചെങ്ങാതി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ആരായിരുന്നു എന്നുള്ളതാണ്. അതിനെ ട്രോളിക്കൊണ്ട് വന്നിട്ടുള്ള ഒരു പോസ്റ്റർ ഇങ്ങനെയാണ് വന്നത്: പാവം ക്യാപ്സൂൾ കമ്മികൾ. എന്നാൽ പറയട്ടെ, കമ്മീസ്, നിങ്ങൾ ഒളിപ്പിക്കുന്ന ആ നഗ്ന സത്യം, അയാളെ ഇടത് സഹയാത്രികൻ എന്ന് പോലും വിളിക്കരുത്. കാരണം CPM-കാരൻ തന്നെയാണ് അയാൾ. CPIM കോട്ടയം ജില്ലാ സമ്മേളനത്തിനുള്ള പ്രതിനിധിയായി അയാളെ തിരഞ്ഞെടുത്തയച്ചത് CPM-ന്റെ കടുത്തുരുത്തി ഏരിയ സമ്മേളനത്തിലാണ്. ഈ സന്തോഷം ഫേസ്ബുക്കിൽ രേഖപ്പെടുത്തുകയും ചെയ്തയാളാണ് റെജി ലൂക്കോസ്. പിണറായി വിജയൻ മുഖ്യമന്ത്രിയായ ശേഷം അദ്ദേഹം വീട്ടിലേക്ക് ക്ഷണിച്ച ചുരുക്കം ചില മാധ്യമ പ്രവർത്തകരിൽ ഒരാളാണ് റെജി ലൂക്കോസ്. ഇന്നലെ കൂടി കണ്ടതേയുള്ളൂ, ഇന്ന് ഇങ്ങനെ ഒരു മാറ്റം വരുമെന്ന് ആരറിഞ്ഞു എന്ന് പലരും അപ്രതീക്ഷിതമായി മരിക്കുമ്പോൾ നമ്മൾ പറയാറുള്ള പോലെ
ഇന്നലെ കൂടി CPM-ന് വേണ്ടി ചാനലിൽ സംസാരിക്കാൻ വന്ന ഇദ്ദേഹത്തെ ചാനലിൽ കണ്ടതേ ഉള്ളൂ. ഇങ്ങനെ ഒരു പോക്ക് ആര് കരുതി? പിണറായി പോലും ആത്മകഥനം ചെയ്യുന്നുണ്ട്. പിന്നെയാണോ ന്യായീകരണ അന്തംകമ്മികളെ നിങ്ങൾ എന്നുള്ളത് ഉറക്കെ ചോദിക്കേണ്ടതുണ്ട്. ഇയാൾ കൃത്യമായിട്ടും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കോട്ടയം ജില്ലാ സമ്മേളനത്തിലുള്ള CPM-ന്റെ പ്രതിനിധിയായി അയാളെ തെരഞ്ഞെടുത്ത് അയച്ചിരുന്നു. CPM-ന്റെ കടുത്തുരുത്തി ഏരിയ സമ്മേളനമാണ് തിരഞ്ഞെടുത്ത് ഇയാളെ അയച്ചത്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഈ കുട്ടി സഖാക്കൾ, ക്യാപ്സൂൾ സഖാക്കന്മാരൊക്കെ ന്യായീകരിച്ച് മെഴുകുകയാണ് ഇയാൾ കമ്മ്യൂണിസ്റ്റുകാരനല്ല, ഇയാൾക്ക് യാതൊരു മെമ്പർഷിപ്പും ഇല്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. എന്നാൽ കൃത്യമായിട്ടും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ മെമ്പർഷിപ്പ് ഉള്ള ഒരാൾ തന്നെയാണ് റെജി ലൂക്കോസ്. നോക്കൂ, റെജി ലൂക്കോസ് ഉന്നയിച്ചിട്ടുള്ള കാര്യങ്ങൾ ഇവിടെ വലിയ പ്രസക്തമുള്ളത് തന്നെയാണ്. കാരണം ഇസ്ലാമിക ജിഹാദികൾ കൈയടക്കിയ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആയാലും കോൺഗ്രസ് പാർട്ടി ആയാലും ഇന്ന് അവരിൽ നിന്ന് മോചനം നേടാനാവാത്ത വിധം വലിയ പടുകുഴിയിൽ ചാടി എന്നുള്ളത് അന്നം കഴിക്കുന്ന ആളുകൾക്കൊക്കെ മനസ്സിലാക്കാനാവും. അതുകൊണ്ട് തന്നെ ഒരു ക്രിസ്ത്യൻ കൂടിയായിട്ടുള്ള ഈ പറയുന്ന റെജി ലൂക്കോസിന് ഒരിക്കലും താൻ ആശയത്തിൽ വിശ്വസിച്ച തന്റെ ആശയമല്ല ഇന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടി പിന്തുടരുന്നതെന്നും അതിനേക്കാൾ അപകടകരമായിട്ടുള്ള പാർട്ടിയാണ് കോൺഗ്രസ് പാർട്ടി എന്നുള്ളതും, അതുകൊണ്ട് തമ്മിൽ ഭേദം തൊമ്മൻ എന്നുള്ളത് ഇടതും വലതും തീരുമാനിച്ചാൽ ഏതിലേക്കും പോകാൻ പറ്റാത്ത രീതിയിലേക്ക് മാറിയിരിക്കുന്നു. എന്നാൽ രാജീവ് ചന്ദ്രശേഖർജി നേതൃത്വം നൽകുന്ന BJP മുൻനിർത്തുന്ന ലക്ഷ്യങ്ങൾ എന്ന് പറയുന്നത് വികസന ലക്ഷ്യങ്ങൾ മാത്രമാണ്. അതുകൊണ്ട് തന്നെ കേരളത്തിന്റെ വികസനം എന്നുള്ള മുദ്രാവാക്യം അത് മാത്രമാണ് ഞാൻ നോക്കിയത്. ഞാൻ വിശ്വസിച്ച എന്റെ പാർട്ടി എന്നെ ചതിച്ചു, അതല്ലെങ്കിൽ ഒട്ടേറെ സഖാക്കന്മാരെ ചതിച്ചു. ഈ ചതി ഒരിക്കലും ഈ പാർട്ടി ചെയ്യാൻ പാടില്ലായിരുന്നു. പാവങ്ങളുടെ പാർട്ടി എന്നും പറഞ്ഞുകൊണ്ട് ഈ പാർട്ടി ചതിച്ചുകൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ തന്നെ പോലെയുള്ള ഒട്ടേറെ ആളുകൾ ഇനിയും ഈ പാർട്ടിയിൽ നിന്ന് പുറത്തേക്ക് വരുമെന്നാണ് ആ ഒരു പ്രതീക്ഷ കൂടി പങ്കുവെച്ചുകൊണ്ട് തന്നെയാണ് റെജി ലൂക്കോസ് ഈ പറയുന്ന BJP-യുടെ മെമ്പർഷിപ്പ് എടുത്തത്. രാജീവ് ചന്ദ്രശേഖർജി അടക്കമുള്ള സംസ്ഥാന കമ്മിറ്റി തന്നെയാണ്, സംസ്ഥാനത്തിന്റെ നേതൃത്വം തന്നെയാണ് അവരെ അദ്ദേഹത്തിന് ഷാൾ അണിയിച്ചുകൊണ്ട് മെമ്പർഷിപ്പും കൊടുത്തത് എന്ന വാർത്തയൊക്കെ നമ്മൾ കണ്ടു. ഏതായാലും റെജി ലൂക്കോസിന് വേണ്ടി ന്യായീകരണം മെഴുകൽ ഇത്രയൊന്നും പോരാതെ വരും അന്തംകമ്മികളെ എന്ന് പറയേണ്ടതുണ്ട്. ഇനിയും ഒരുപാട് മെഴുകിക്കോളൂ നിങ്ങൾ. ഈ മെഴുകലൊന്നും നിങ്ങളുടെ നാറ്റം മാറ്റില്ല എന്നുള്ളത് പച്ചയ്ക്ക് പറയട്ടെ. നോക്കൂ, മറ്റൊരു വാർത്തയാണ്. നമ്മൾക്ക് എല്ലാവർക്കും സുപരിചിതയായിട്ടുള്ള സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന ആളുകൾക്കൊക്കെ അറിയാൻ പറ്റും. നെയ്യാറ്റിൻകര എന്നാണ് ഇവളുടെ പേര്. ശ്രീജ നെയ്യാറ്റിൻകര എന്ന് പറയുന്ന ഒരു സുഡാപ്പികളുടെ ആസനം താങ്ങി നടക്കുന്ന ഒരു സ്ത്രീയെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയില്ലേ? ഈ ശ്രീജ നെയ്യാറ്റിൻകര എന്ന് പറയുന്ന സുഡാപ്പിണിക്ക് 8ന്റെ പണി കിട്ടിയിട്ടുണ്ട്. എന്തെന്നറിയാമോ? ഈ സുഡാപ്പിണി ഇസ്ലാമിക ജിഹാദികൾക്ക് വേണ്ടി RSS-നെതിരെയും BJP-ക്കെതിരെയും പരിവാർ സംഘടനകൾക്കെതിരെയും എന്തിനേറെ താൻ ജനിച്ച കുലത്തെ പോലും മറന്നുകൊണ്ട്, ഹിന്ദു എന്ന് പറയുന്ന ആ സംസ്കാരത്തെ പോലും മറന്നുകൊണ്ട് ഹൈന്ദവർക്കെതിരെയായാലും BJP-ക്കെതിരെയായാലും RSS-നെതിരെയായാലും എന്തിനേറെ നമ്മുടെ രാജ്യത്തിനെതിരെയാണെങ്കിൽ പോലും ഇസ്ലാമിക ജിഹാദികളുടെ ആസനം കഴുകി ഓരോ പോസ്റ്റുകളും ഇട്ടുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ സജീവമായിരുന്നു. പക്ഷേ ഈ സ്ത്രീ കഴിഞ്ഞ ദിവസം ഒരു പോസ്റ്റ് ഇട്ടു. ആ പോസ്റ്റ് ഇട്ടതോടുകൂടി ഇസ്ലാമിക ജിഹാദികൾ ഇവരെ കണ്ടം വഴി ഓടിച്ചിട്ടുണ്ട്. അവരിട്ട പോസ്റ്റ് മറ്റൊന്നുമല്ല. കാരണം നമ്മളെല്ലാവരും പറയാറുണ്ട് ഇവിടെ മതേതരത്വം ഒരു പ്രത്യേക വിഭാഗത്തിന്റെ ആ വിഷയം പറയാൻ മാത്രമാണ് ഇവിടെ വലിയ മതേതരത്വം ചമയുന്ന ആളുകൾ ശ്രമിക്കാറ് എന്നുള്ളത് നമ്മൾ പറയാറുണ്ട്. പക്ഷെ ഈ സ്ത്രീ ശ്രീജ നെയ്യാറ്റിൻകര ചെറിയൊരു സാഹസം ചെയ്തു. അവർ ബംഗ്ലാദേശിൽ നടക്കുന്ന ഹിന്ദു കൂട്ടക്കുരുതിക്കെതിരെ ചെറിയൊരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടു. അതിൽ അവരിങ്ങനെ പറഞ്ഞു, ഒരു ഹിന്ദു സ്ത്രീയെ, ഗർഭിണിയായിട്ടുള്ള വിധവയായിട്ടുള്ള ഒരു ഹിന്ദു സ്ത്രീയെ കൂട്ടബലാത്സംഗം ചെയ്ത് കൊന്നു കളഞ്ഞു ബംഗ്ലാദേശിലെ തീവ്രവാദികൾ. മുസ്ലിങ്ങൾ എന്ന് പോലും പറഞ്ഞില്ല, ബംഗ്ലാദേശിലെ കലാപകാരികൾ എന്നാ പറഞ്ഞത്. അതോടുകൂടി ഞമ്മന്റെ ശ്രീജ നെയ്യാറ്റിൻകര എന്ന് പറയുന്ന ഇത്രയും കാലം ഇസ്ലാമിക ജിഹാദികൾക്ക് വേണ്ടി അവരുടെ ടൂൾ കിറ്റിലെ ടൂളായിട്ട്, അസ്ത്രമായിട്ട് പ്രവർത്തിച്ച ഞമ്മന്റെ ശ്രീജ നെയ്യാറ്റിൻകര എന്ന് പറയുന്ന ആ പ്രൊഫൈൽ ഉണ്ടല്ലോ, ആ ചാച്ചി ഉണ്ടല്ലോ, ആ ചാച്ചിയെ ഇന്ന് ജിഹാദികൾ ഉടുക്കുന്ന ഒരു കാഴ്ച അവരുടെ പ്രൊഫൈലിൽ പോയി നോക്കാൻ പറ്റും. നോക്കൂ, ഇവിടെ സത്യവും ധർമ്മവും നീതിയും ആര് പറയുന്നോ അവർക്കൊക്കെ ഇട്ടുകൊടുക്കുന്ന ഒരു പേരാണ് ഇസ്ലാമിക ജിഹാദികൾ, സംഘി എന്നുള്ളത്. അതെ, രാജ്യത്തിന് വേണ്ടി ആര് സംസാരിക്കുന്നു, ന്യായത്തിന് വേണ്ടി, ധർമ്മത്തിന് വേണ്ടി ആര് സംസാരിക്കുന്നു, അവരുടെ പേരാണ് സംഘി. അങ്ങനെ ബംഗ്ലാദേശിൽ കൂട്ടക്കുരുതി നേരിടുന്ന ഹിന്ദുക്കൾ, അതിലൊരു ഹിന്ദു സ്ത്രീ, വിധവയായ ഒരു ഹിന്ദു സ്ത്രീയെ ഇസ്ലാമിക ജിഹാദികൾ ബലാത്സംഗം ചെയ്തു എന്ന് പോലും പരാമർശിക്കാതെ ഈ കലാപകാരികൾ ബംഗ്ലാദേശിലെ കലാപത്തിൽ ബലാത്സംഗം ചെയ്യപ്പെട്ടു എന്ന രീതിയിൽ പരാമർശിപ്പിച്ചപ്പോൾ തന്നെ ഈ സ്ത്രീ
സ്ത്രീക്ക്, ഈ ശ്രീജ നെയ്യാറ്റിൻകര എന്ന് പറയുന്ന ഈ സ്ത്രീക്കും കിട്ടിയിട്ടുണ്ട് സംഘിപ്പട്ടം. ഏതായാലും ധർമ്മം പറഞ്ഞത് കൊണ്ടാണ്, സത്യം പറഞ്ഞത് കൊണ്ടാണ്, നീതി പറഞ്ഞത് കൊണ്ടാണ് അവർക്ക് സംഘിപ്പട്ടം കിട്ടിയത്. അതുകൊണ്ട് തന്നെ ഇസ്ലാമിക ജിഹാദികളുടെ യഥാർത്ഥത്തിലുള്ള പാകിസ്ഥാൻ DNA, പാകിസ്ഥാൻ സ്വഭാവം ഏതായാലും ആ സ്ത്രീ മനസ്സിലാക്കി എന്നുള്ള ഒരു സന്തോഷം കൂടി ഇവിടെ പങ്കുവെക്കേണ്ടതുണ്ട്. കാരണം ഇത്തരത്തിൽ ഒരുപാട് ആളുകളുണ്ട്, സംഘത്തിനെതിരെയായാലും BJPക്കെതിരെയായാലും ഹിന്ദുക്കൾക്കെതിരെയായാലും എന്തിനേറെ രാജ്യത്തിനെതിരെയാണെങ്കിൽ പോലും പറഞ്ഞു കഴിഞ്ഞാൽ താൽക്കാലികമായിട്ട് ഇസ്ലാമിക ജിഹാദികൾ എറിഞ്ഞു കൊടുക്കുന്ന നക്കാപ്പിച്ച നക്കാൻ കിട്ടുമെന്നുള്ളത് അറിയാം. ആ കിട്ടുന്ന നക്കാപ്പിച്ച കൊണ്ട് തന്റെ കുടുംബത്തെ നക്കിക്കുക, തന്റെ മക്കളായാലും തന്റെ ഭർത്താവായാലും തന്റെ അമ്മയായാലും തന്റെ അച്ഛനായാലും തന്റെ സഹോദരങ്ങളായാലും ആ ജിഹാദികളുടെ അമേദ്യം 3 നേരം നക്കിക്കാൻ വേണ്ടി, അമേദ്യം നക്കാൻ വേണ്ടി ഈ രാജ്യത്തെ ഒറ്റുകൊടുക്കുന്ന ഇത്തരത്തിലുള്ള ശ്രീജ നെയ്യാറ്റിൻകരമാർക്കൊക്കെ വലിയൊരു താക്കീത് തന്നെയാണ് ഈ പറയുന്ന ഇസ്ലാമിക ജിഹാദികൾ ഇന്ന് ശ്രീജ നെയ്യാറ്റിൻകരയ്ക്ക് കൊടുത്തുകൊണ്ടിരിക്കുന്ന ഈ വലിയ സ്വീകരണം എന്നുള്ളതാണ്.